ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് കാസ്കേഡിൻ്റെ ഫ്രണ്ടിലാണ്. യെരവാനിലെ ഒരു മെയിൻ അട്രാക്ഷനിലെ ഒന്നാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഉള്ള ഗൈസ്. അപ്പോൾ ഞാനുണ്ട്, നിബു ഉണ്ട്, ഞങ്ങളുടെ കൂടെ വന്നതാണ്. നട്ടപ്പൊരി വെയിലത്ത് വന്നത്. എൻ്റെ കുടതാ ഇവിടെ തൂങ്ങി കിടപ്പുണ്ട് ഗൈസ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുട എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് കാസ്കേഡിൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു മാമൻ ബുക്ക് വെച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് പോയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ആണ് ഞങ്ങളിവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ പ്രശസ്തരായ കഴിവുള്ള ആൾക്കാരുടെ ആർട്ട് വർക്ക്സ് ഉണ്ട്. അപ്പം അതിവിടെ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 റോക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ ഒരു നമ്മളിപ്പോൾ നല്ല ഡ്രോൺ വ്യൂവിൽ നോക്കുവാണെങ്കിൽ, ഞാൻ നോക്കട്ടെ, ഫുട്ടേജ് കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യാം. ഇതെന്തോ കൊതുകാന്ന്. ഡ്രോൺ വ്യൂ കിട്ടുവാണെങ്കിൽ ഞാൻ ഫുട്ടേജ് ആഡ് ചെയ്യാം. പക്ഷെ മോഡിൽ നിന്ന് കാണാൻ നല്ല രസം. ഇവിടെ ഒരു വലിയ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് വരുന്നത്, ഫ്രഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത്. അവിടെ ഒരു സിംഹമുണ്ട് ഗൈസ്, കണ്ടോ? കുറേ റബ്ബറോ എന്തോ സ്ക്രാപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അടുത്തോട്ട് പോകണല്ലേ. അപ്പോൾ ഞാൻ അടുത്തോട്ടേ കാണിച്ചത് ഗൈസ്. ഇതാണ് സിംഹം, നല്ല റബ്ബർ സിംഹം, നല്ല രസമല്ലേ? കഴിവുള്ള ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകളുണ്ട്, പക്ഷെ അതേപോലെ തന്നെ അർമേനിയൻസും ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് കുറവായി. നട്ടപ്പൊരി വെയിലത്ത് ഇറങ്ങാനുള്ള ഭ്രാന്തിറങ്ങി നമ്മളിപ്പോഴത്തെ ആൾക്കാർ ഇവിടെ കാണും. 2 കുതിര ചാടുന്നുണ്ട് ഗൈസ്, അതിലേക്കൂടെ എവിടെയൊക്കെ. പിന്നെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കഴിച്ചു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഡാൻഡലിയൻ ഉണ്ട്, ഒരു പൈററ്റിൻ്റെ സ്റ്റാച്യു ഉണ്ട്, പട്ടാളപ്പന്മാരൊക്കെ ഉണ്ട്. ഇതിവിടുത്തെ സെക്യൂരിറ്റീസാണ്. പിന്നെ ഇവിടെ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഒരു അമ്മച്ചി സിഗരറ്റ് പിടിച്ച് കിടപ്പുന്നുണ്ട്. നമുക്കൊരു മാൻകുട്ടനെ കാണാം. ഒരു മാൻകുട്ടല്ല, 4 മാൻകുട്ടൻ ഒരുമിച്ച് ചാടുന്നുണ്ട്. അതിന് ഇവിടെ നിബു ഉണ്ട്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ റെക്കോർഡ് ആയിട്ട് പിന്നെയും പോയി എടുത്തത്. പിന്നെ നല്ലപോലെ പ്രോട്ടീൻ പൗഡർ കഴിച്ച്, എന്തൊരു ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ പൗഡർ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല വർക്കൗട്ടൊക്കെ ചെയ്തൊരു പൂച്ചയുണ്ട് കഴിച്ചിവിടെ. കൊള്ളാം. അപ്പോൾ ഇതാണ് കാസ്കേഡ് എന്ന് പറയുന്ന കോംപ്ലക്സ്. അപ്പോൾ ഇതാണ് സംഭവം. പുറമേ കാണുന്നതിനൊക്കെ ഉള്ളിൽ ഒരുപാട് കലാപരമായ സാധനങ്ങൾ പിന്നെയും കാണാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു എസ്കലേറ്റർ വെച്ചിട്ട് കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി കറക്റ്റ് ഒരു ആർട്ട് മ്യൂസിയം പോലെ എന്തോ സംഭവമാണ്. കാണാൻ ചെറിയ ഹൈറ്റ് ആണെങ്കിലും കയറി എത്തണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതെ. നിങ്ങൾക്ക് ഭയങ്കര മൈന്യൂട്ടായിട്ട് കുറേ ആൾക്കാരെ കാണാം. കുറേ സമയം എടുക്കും മുകളിലോട്ട്. പക്ഷേ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മുകളിലോട്ട് പോകാം. നോക്കട്ടെ, ഇപ്പം അടുത്തോട്ട് ചെന്നാലും അറിയും. കാണാം. ഒരുത്തം വേരത്തേടെ ഓടുന്നു. വയ്യ അവന്. തള്ളന്ന് കുളിക്കാൻ ഇറങ്ങിയതാണ് അവിടെ. ഫോട്ടോ എടുത്തു. Love. What is this? Love? You love it. Shot love. Okay. അത് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഗൈസ്. ഞാൻ ഇപ്പോൾ വരാം. കാസ്കേഡിൻ്റെ ഏറ്റവും താഴെ ഇതാണ് ഗൈസ്. അവിടെ ആൾക്കാരിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കണ്ടോ? ഞങ്ങൾ താഴെ പോവുകയാണ് ഗൈസ്. ഇവിടെ കൊച്ചു സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ് കാസ്കേഡിൻ്റെ താഴെ. മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ മുകളിലാണ്. ഇന്ന് കുറച്ചുകൂടെ താഴോട്ട് പോയി. മറ്റേ ഹിന്ദി പടത്തിലൊക്കെ കാണത്തില്ലേ, ഇത് കുളം, മറ്റേ കുടുംബക്കുളം, അതുപോലെ ഉണ്ട്. പിന്നെ നീ കാണാൻ ഒക്കെയെന്ന് പറഞ്ഞാൽ അവിടെ റെയിൻബോ പോലത്തെ ചില സാധനങ്ങളൊക്കെ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇനി മുകളിലോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് എൻ്റെ അകത്തോട്ട് പോവാണ്. ഇപ്പോൾ സ്റ്റെപ്പ് കയറുള്ള നിലയിലല്ല ഇതുള്ളത്. മാത്രമല്ല കയറുന്നതെന്ന് വെച്ചാൽ ശബരിമലയിൽ കയറുന്ന പോലെ സീനായിരിക്കും. അതോട്ട് ഇതാണ് എൻട്രൻസ്. കഫ്ജിയാൻ സെൻറ്റർ ഫോർ ദ ആർട്സ്. അപ്പം ആർട്ട് സെൻ്ററാണ്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കട്ടെ. അപ്പോൾ അതോട്ട് കയറണം ഗൈസ്. ഇവിടെ വീഡിയോ എടുക്കാൻ വെക്കുമെന്ന് അറിയില്ല. നമ്മൾ അടുത്ത്
അടുത്ത വരുന്ന സെക്യൂരിറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാം. കാരണം സെക്യൂരിറ്റി എടുക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. അപ്പോൾ അതുവരെ ഇതിൻ്റെ ഫസ്റ്റ് നില, ഐ മീൻ ഗ്രൗണ്ട് നിലയിൽ കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ നിലയിലാണ് വന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം. ഇതാ ഇവിടെയും വേറൊരു ഫൗണ്ടൻ, പിന്നെ ഇതെന്തോ തലച്ചോറോ. ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഗൈസ്. എന്തോ ക്ലീനിങ് കാര്യങ്ങൾ നടക്കും. മുടിഞ്ഞ പേരിൻ്റെ കണ്ണ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. സൺഗ്ലാസിൻ്റെ അകത്തിൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാം. എന്താ ലുക്ക് പിന്നെ ഗ്ലാസിൻ്റെ എന്തോ സാധനങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. കൊള്ളാമല്ലേ, രസമുണ്ട്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന സംഭവം. ഫസ്റ്റ് എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് കയറുന്നത്. നമ്മൾ ഇത്രയും പൊക്കത്തിലാണ്. ഇനി നമ്മൾ അടുത്ത പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത നിലയിൽ കയറാൻ പോകണം ഗൈസ്. അവിടെ നിന്ന് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ വീഡിയോ എടുക്കുക ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ഒക്കത്തില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ പോലീസുകാരെ അടുത്ത് പറയാതിരിക്കാൻ വീഡിയോ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തി. പക്ഷേ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ടീച്ചർ പക്ഷേ നമ്മളെ വിളിച്ചൊന്നുമില്ല. ഇവിടെ ക്ലോസ്ഡ് ആണ്. നമ്മൾ ഇവിടുന്ന് കയറി അടുത്തതിലോട്ട് പോകണം ഗൈസ്. ഇതൊക്കെ ഇവിടുത്തെ ആർട്ട് വർക്ക്, ഗ്ലാസ് വെച്ചുണ്ടാക്കിയ പല തരം കസേരകളാണ് ഗൈസ്. ഇവിടെ ഇരുമ്പ് കസേര, അതിൻ്റെ കസേര നടക്കുന്നത്, മുടി വെട്ടുന്ന കസേര, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ നമ്മളെത്തും. ഇവിടുന്ന് പുറത്തോട്ട് പോകണം. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും വെള്ളം വീഴും ഗൈസ്. ഇത് അവിടെ ഒരു കപ്പിൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ മൈൻഡാക്കണ്ട. ഇവിടെ ഇങ്ങനെയാണ്, ഇതെല്ലാം ചട്ടിയിൽ വെള്ളം വീഴുന്നത്. ഈ നാട്ടിൽ ഒരുപാട് വെള്ളം വെറുതെ കിട്ടുന്നുണ്ട്. ഇവർ കാണുന്നതിലൊക്കെ വെള്ളം ചാടാൻ പറ്റും. യെസ്. ഇവിടെ വെള്ളത്തിന് ക്ഷാമമില്ല, എല്ലായിടത്തും വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ടെമ്പടിങ്. നമ്മൾ നേരത്തെ കണ്ട സാധനം അവിടെ നിന്ന് കറങ്ങുന്നു. നമ്മൾ 2 ഫ്ലോറുടെ മുകളിലോട്ട് വന്നു. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ഈ വലിയ റൗണ്ട് പോലത്തെ സാധനമാണ് ഒപ്പേര. ഇവിടുത്തെ ഒരു വലിയൊരു എന്തൊരു സ്റ്റേഡിയം അങ്ങനത്തെ പറയുമല്ലോ, തിയേറ്റർ. ഇവിടുത്തെ ഒരു വലിയ മെയിനായിട്ടുള്ള തിയേറ്ററാണ്. യെരവാനിലെ സെൻറ്ററിലെ ഏറ്റവും മെയിനായിട്ടുള്ള തിയേറ്ററാണ് ഒപ്പേര എന്ന് പറയുന്നത്. നാടകങ്ങൾ ലൈവായിട്ട് കാണും. നാടകങ്ങൾ, പിന്നെ ഒപ്പേര, ക്ലാസിക് പരിപാടികൾ, അങ്ങനെയുള്ള അരങ്ങേറ്റങ്ങൾ, പിന്നെ കഥകളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടെലിവിഷൻ ടവർ. ഇവിടെ ചൂടൊക്കെ കാറ്റുണ്ട്, പക്ഷേ ചൂട് അതുപോലെ തന്നെ ഉണ്ട്. താഴെ ആണെങ്കിൽ കാറ്റ് കുറവ്, പക്ഷെ നല്ല ചൂട് തന്നെ. നമ്മൾ പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ വിചാരിച്ച് കുറവായിരിക്കും. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കൂടെ ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിടെ അധികം ആൾക്കാരുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോവാണ്. അപ്പം അങ്ങോട്ട് പോവാം. ഇനി അകത്തോട്ട് കയറിയിട്ട് മുകളിൽ പോയിട്ട് പിന്നെ കാണിച്ചാൽ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ആർട്ട് വർക്കുണ്ട്. ഇവിടെ പാടമുണ്ട്, കസേരയുണ്ട്. ഇവിടെ കസേര മെയിനാണ് കേട്ടോ. നമ്മൾ അടുത്ത ഫ്ലോറിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് പ്രൂവ് ചെയ്തു, ഇവിടെ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല. ചില സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കലെന്നൊക്കെ പറയുന്നത് ഗൈസ്. ഇതാണ് ചിപ്പുകൾ ഉണ്ടാക്കിയ ചിപ്പിക്കല്ല്. ഇത് വളഞ്ഞ കല്ല്, ഇത് വായിക്കാത്ത കല്ലാണ് ഗൈസ്. നമ്മൾ വളഞ്ഞിരിക്കുന്നത്. അവിടെ ഷാർക്കൂട്ടനുണ്ട്. ദിസ് ഈസ് എയറോഡൈനാമിക് ഷാർക്കൂട്ടൻ. എയറിലാണ് എപ്പോഴും. ഇതാ പിന്നെയും കസേര, പിന്നെയും ഇത് എന്തൊക്കെയോ അത് കൊള്ളാമല്ലേ, നല്ലൊരു പ്രത്യേകത ഷേപ്പ്. ഇത് എന്തോ ഒരു സാധനം. ഇത് ചുണ്ടുകൊണ്ടുള്ള കസേര. ഗൈസ് ഇതൊക്കെ വലിയ ആർട്ട് വർക്കാണ് കേട്ടോ. നമ്മളിത് സിമ്പിളായിട്ട് കാണുന്നത് പിന്നെയും കസേരയാണ് ഗൈസ്. മ്യൂസിയം തന്നെയാണ്. നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തി. ഇതെന്തൊരു സാധനം ആണ് ഗൈസ്, പഴയ കാസ്കേഡ് കോംപ്ലക്സിൻ്റെ ഫോട്ടോ. പിന്നെയും മുകളിലോട്ട് കയറുമ്പോഴാണ്, മുകളിലോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയേക്കുവാണ്. മുകളിലോട്ടില്ല, ഇവിടെ നമ്മൾ പിന്നെ പുറത്തോട്ട് പോവാണ്. പിന്നെ എന്നിട്ട് കുറച്ച് മുകളിലോട്ട് നടക്കണം.
ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പുറത്ത് പോകാൻ കഴിയും. ഇവിടെ യോഗാസനം ചെയ്യുന്ന മഹർഷിമാരെ നമുക്ക് കാണാം. അത് എന്തൊരു യോഗയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇനിയിപ്പോൾ അത് അല്ല പുള്ളിക്കടയിലെ പൊങ്ങി വയ്ക്കുന്നത് ഗൈസ്. എങ്ങനെയാണ് ഈ പുള്ളി അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തരം യോഗാസനമാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതാണ് ഏറ്റവും മുകളിലുള്ള നമുക്ക് എസ്കലേറ്റർ വഴി പോകാൻ പറ്റുന്ന ഏറ്റവും ഹൈറ്റുള്ള സംഭവം. ഇപ്പം വ്യൂ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പോകാം. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമല്ലോണ്ട് എനിക്ക് നല്ല കോമഡിയാണ്, ഭയങ്കര കോമഡിയാണ്. അപ്പം ഞാൻ എരവാൻ കാണിച്ചില്ല കഴിച്ചു. ഇതാണ് എരവാൻ. നമുക്ക് ഇവിടുന്ന് കാണാൻ വെക്കുന്ന കാഴ്ച ഇതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ കാണാം. അപ്പോൾ കഴിച്ച് നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി. ഇവിടെ പിള്ളേർ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു തരാമെന്ന് പറ്റിച്ച് പറഞ്ഞുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. കുട വെച്ചിരിക്കുന്നത് ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ സീന് വെയിലാണ്. സീനെന്ന് വെച്ചാൽ ഒന്നും പറയില്ല, അമ്മാതിരി വെയിൽ. പിന്നെ ചൂട് കൂടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം ചൂടാവുന്നതേ ഉള്ളൂ, ചൂടായിട്ടില്ല, എന്നാലും ചൂടാണ്. അപ്പം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ടാണ് കയറി പോകുന്നത്. വന്നിട്ട് നമസ്തേ എന്നൊക്കെ ഇതൊക്കെ ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ നാട്ടിലെ ആൾക്കാർക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് നമസ്തയും ജിമ്മി. ആ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മി. ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. മുന്നിൽ കാണുന്ന കണ്ടോ, അത് ഇവിടുത്തെ ഒരു വലിയ കൊടിമരമാണ്. അങ്ങോട്ട് നമ്മൾ പോവാം. അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മറ്റേ കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ പോകുന്ന പോലെ പോകണം. ഇതുവരെ നല്ല ഡീസൻ്റാണ്, നല്ല ഹെറിറ്റേജ് കൾച്ചർ. അതെ, രണ്ട് മലയാണെന്ന് പിന്നെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. സൗണ്ട് എടുത്തോണ്ട് കേട്ടോ. പണി എടുത്തോണ്ടിരുന്നപ്പോൾ കാശ് തീർന്നു, പാതി വഴി വെച്ച് പണി നിർത്തുകയെന്ന് തോന്നുന്നു. അതാണ് വഴി. അപ്പം അല്ലെങ്കിൽ രണ്ട് കൂട്ടരുണ്ടാക്കിയാണ്. ഒരു ടീം അവിടെ നിന്ന് ഉണ്ടാക്കി, ഒരു ടീം ഇവിടെ നിന്ന് ഉണ്ടാക്കി. രണ്ട് ടീമും പണിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നടുക്ക് ഒന്നുമില്ല. അപ്പോൾ രണ്ട് ടീമും നിർത്തിയിട്ട് രണ്ട് വഴിക്ക് പോയി. നടുവിൽ പണിയെടുക്കാൻ വന്ന് നമ്മൾ കാശും കൊണ്ട് മുങ്ങി. എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. ഇവിടെ അമ്മച്ചി അടിച്ചു വെച്ച സ്റ്റെപ്പിൻ്റെ ഇതുണ്ടോ, കമ്പികൾ മാത്രം. ആ അതോ ഗൈസ്, ഇപ്പം നടുക്കാണ്ട് പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അയ്യോ. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ മുട്ടിൽ ചെന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അവിടെ മുകളിൽ ചെന്നില്ല ഗൈസ്, അതിന് ക്ഷീണിച്ചു. ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. അവിടെ നല്ല പോർഷായിട്ടുള്ള സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ കോൺക്രീറ്റും കമ്പിയുമാണ് ഗൈസ്. ഒരു അപ്പം മുകളിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ നടുക്കുള്ളത്. ഇത് ഞാൻ പറഞ്ഞ കൊടിമരത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ആ കാണുന്ന ബോർഡർ കണ്ടോ, അതാണ് താഴോട്ടാണ് മറ്റേ കാസ്കേഡ്. ഈ കാണുന്ന ബോർഡറാണ് കാസ്കേഡിൻ്റെ ബോർഡർ. ആ കാണുന്നതാണ് ഒപ്പേര. ഇനി ഇതാണ് ഇത് തമ്മിൽ കണക്റ്റ് ആവേണ്ടിയിരുന്ന സംഭവം. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴി. ഇതൊക്കെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ മെയിനായി പോയതാണ്. എന്തോ സംഭവിച്ചെന്നറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നടന്നു കയറുവാണെങ്കിൽ കൊടിമരം കാണാം. അപ്പോൾ നമ്മൾ കൊടിമരത്തിൻ്റെ മൂട്ടിലെത്തി ഗൈസ്. ക്ഷണിച്ച് അവിടെ വേറൊരു പാർക്കുണ്ട് കേട്ടോ. അവിടെ ഒരു ഫുൾ വീഡിയോക്കുള്ള കണ്ടൻറ്റുള്ളൊരു പാർക്കുണ്ട്. മദർ അർമേനിയ എന്ന് പറയുന്ന ഒരു പാർക്ക്. മദർ അർമേനിയ സ്റ്റാച്യു, അതിന് ചുറ്റുള്ള പാർക്കും. ആ കാണുന്ന സ്റ്റാച്ചു ആണ് മദർ അർമേനിയ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊടിമരം. പിന്നെ ഗൈസ് ഇവിടെ ഒരു വളരെ അടാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഫോഗ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ പക്കയായിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അറാറത്ത് കാണാൻ പറ്റുന്നൊരു സ്പോട്ടായിരുന്നു. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയാണ്. ചെറിയൊരു ഷാഡോ പോലെ കാണാം. ആ ക്ലൗഡ് മൂടിയേക്കുക. ഭയങ്കര വെയിലാണ്. ഈ കച്ചറ പാർട്ട് ഒഴിവാക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം സെറ്റാണ് ഗൈസ്. കണ്ടോ, ഇവിടെ നിന്നൊരു സ്ട്രീറ്റ് പോകുന്നു, നടുക്കൊപ്പേര, പിന്നെ അങ്ങോട്ട് റൂട്ട്, ഇങ്ങോട്ട് റൂട്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല
ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ അത്രയും പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. പിന്നെ ഇവിടെ പ്രേമത്തിൻ്റെ അങ്ങ് കുത്തൊഴുപ്പാണ്. 2+C ബ്രാത് സിസ്ത്ര ചതിച്ച് ഇവിടെ ഒരു T+C എന്ന് എഴുതി വെച്ച്. അവളത് കണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് ബ്രാത് സിസ്ത്ര ഫോർ എവർ എന്ന് എഴുതി വെച്ച്. മാസ് മാഡ്നസ്. അഹവനി മാർവിൻ എന്തുവാ ഗഖായസ് ഇഞ്ച് മെറ്റ്. അപ്പോൾ ഗൈസ് പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കാസ്കേഡ് കോംപ്ലക്സും അതിൻ്റെ വിശേഷങ്ങളും. ബാക്കി അടുത്ത വ്ളോഗിൽ ഇല്ല, കാരണം ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പം ഇനി അടുത്ത വ്ളോഗ് വരുന്നവരെ കാണാം ഗൈസ്. പിന്നെ കാര്യം പറഞ്ഞു പോയി, കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ചൊവ്വാഴ്ചയായിരിക്കും വീഡിയോ ഇടുന്നത്. കുറച്ച് ഈ പ്രാവശ്യം ഇട്ട് തുടങ്ങിയ വീഡിയോസ് എല്ലാം ചൊവ്വാഴ്ചയാണുള്ളത്. അത് ട്യൂസ്ഡേ ഈവനിങ് 5-നും 4-നും 6-നും 8-നും കിടക്കായിരിക്കും. അപ്പോൾ ഗൈസ് കാണാം. ഇനിയിപ്പോൾ ബൈ. ബൈ ബൈ. അപ്പം ബൈ ഗൈസ്.